നമസ്കാരം. ഇത് ഇന്നോവ ഹൈക്രോസ് ആണ്. ഹൈക്രോസിൻ്റെ VX വേരിയൻറ്റ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിലേക്ക് വരുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ജനറലായിട്ട് പറയേണ്ടതുണ്ട്. 2023 വിട പറഞ്ഞു പോവാണ്. പുതിയ വർഷം വരുന്നു. 2023 നമ്മൾ ഒരുപാട് വണ്ടികൾ ഓടിച്ചു, ഒരുപാട് വണ്ടികൾ എക്സ്പീരിയൻസ് ചെയ്തു. അങ്ങനെ ചെയ്ത വണ്ടികളിൽ നിന്ന് ഒരു മികച്ച കാറിനെ തിരഞ്ഞെടുക്കണ്ടേ? എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാന്നുള്ളതല്ല, പകരം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ ചാനലിൽ ഒരു കാര്യം ചെയ്യാന്നുള്ളൂ. അങ്ങനെ നോക്കിയാൽ ഹുണ്ടായി എക്സ്ട്രാ മുതൽ ഈ ഒരു ഇന്നോവ ഹൈക്രോസ് വരെ ഒരു 40 ലക്ഷം രൂപയുടെ ആ ഒരു ക്യാപ്പ് ഇട്ടിട്ട് വിവിധ വണ്ടികളുണ്ട്. ഏറെക്കുറെ 16 വണ്ടികൾ പരം. ഒരു വണ്ടികളുടെ ഒരു ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് ഇന്ത്യയിലെ ആ ഒരു 2023 ലിസ്റ്റായിട്ട് കാണാം. പക്ഷേ ഞാൻ ആ പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് പോകുന്നില്ല. ആ ഒരു സെഗ്മെൻറ്റ് മാറ്റി നിർത്തിയിട്ട് അതിന് വേണമെങ്കിൽ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ 30,26,000 രൂപയിലാണ് ഈ ഒരു ഹൈക്രോസിൻ്റെ ടോപ്പ് എൻഡ് മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ഹുണ്ടായി എക്സ്ട്രാ മുതൽ ഇന്നോവ ഹൈക്രോസ് വരെയുള്ള വിവിധ വണ്ടികളിൽ നിന്ന് കുറച്ച് വണ്ടികളെ എടുത്തിട്ട് ആ വണ്ടികളിലേക്ക് ആ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ആ ഒരു മികച്ച വണ്ടി എത്തി എന്നുള്ളതും ഏതാണ് ആ മികച്ച വണ്ടി എന്നുള്ള കാര്യങ്ങളും പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സംഗതി ഒബ്വിയസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഹൈക്രോസോടെ നിൽക്കുന്നുണ്ട്. ഹൈക്രോസിൻ്റെ മുകളിൽ ചാടുന്നതാണ് ഞാൻ സംസാരിക്കുന്നത്. ഏറെക്കുറെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഹൈക്രോസിനെ കുറിച്ചാണെന്നും മികച്ച വണ്ടികളായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് ഹൈക്രോസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിനുള്ള കാരണങ്ങൾ പറയാം, കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇന്നോവ ഹൈക്രോസ് എന്ന് പറയുന്ന ഒരു വണ്ടി എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റിലേക്ക് എത്താനുള്ള കാരണങ്ങളെക്കാൾ ഉപരി മറ്റുള്ള വണ്ടികൾ എന്തുകൊണ്ട് വന്നില്ല എന്നും പറയേണ്ടതുണ്ട്. പ്രൈസ് 2023 വാഹന ലോകത്തെ സംബന്ധിച്ച് ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബൈക്കുകളാണെങ്കിലും അതല്ല കാറുകളാണെങ്കിലും പ്രീമിയം കാറാണെങ്കിലും ഒരുപാട് വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ നിരത്തിലെത്തിയിട്ടുണ്ട്. ഇറങ്ങാന്ന് പറയുമ്പോൾ ലോഞ്ചും നിരത്തിലെത്തുന്ന പറയുമ്പോൾ ശരിക്കും നമുക്ക് ഓടിക്കാൻ കിട്ടിയ ഒരവസ്ഥയും. ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് 3 കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന് എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള വണ്ടികൾ എന്ന് പറയുന്നത് വണ്ടി പ്രാന്തൻ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുള്ള വണ്ടികൾ മാത്രമാണ്. നമ്മൾ റിവ്യൂ ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ്സ് നമ്മൾ തൊടാത്ത വണ്ടികളൊന്നും തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അത് ഒരു പോയിന്റ് അല്ല, കാരണം ഓടിക്കാത്തൊരു വണ്ടിയെ കുറിച്ച് പറയാൻ പറ്റില്ല. 2 എന്ന് പറയുന്നത് അങ്ങനെ പറയേണ്ടതൊന്നല്ലോ ഇത്. രണ്ടാമത്തെ കാര്യം, ഫേസ് ലിഫ്റ്റുകൾ ഈ വീഡിയോയിലില്ല. ഫേസ് ലിഫ്റ്റ് മികച്ച ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള കിയ സെൽട്ടോസ് എന്ന് വെച്ചാൽ 1.5 ടർബോ എന്ന് പറയുന്നത് മികച്ചതായിരുന്നു. അതുപോലെ സഫാരി, അതുപോലെ ഹാരിയർ, അങ്ങനെയുള്ള വണ്ടികളൊന്നുമില്ല. ഫേസ് ലിഫ്റ്റുകളില്ല. പുതുതായിട്ട് വന്ന വണ്ടികൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒന്നുകിൽ പുതിയ ജനറേഷൻ അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന വണ്ടികൾ. 3 എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ബെസ്റ്റ് കാറായിട്ട് നിങ്ങൾ കാണുന്ന വണ്ടികൾ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ വേസ്റ്റ് കാറും കമൻറ്റ് ചെയ്തോളൂ, നമുക്കൊരു വീഡിയോ അതിൻ്റെ ഒരു പേരിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഈ വർഷം ഞാൻ ഓടിച്ച ബെസ്റ്റ് കാർ, അതല്ലെങ്കിൽ വണ്ടി പ്രാന്തൻ കാർ ഓഫ് ദി ഇയർ എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ആണിത്. ഇലക്ട്രിക് ഉണ്ട്, പെട്രോൾ വണ്ടികളുണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, അങ്ങനെ പലവിധமான വേരിയന്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ കമ്പനി വെച്ച് നമുക്ക് പിടിക്കാം. കമ്പനി വെച്ച് പിടിക്കാന്ന് പറയുമ്പോൾ ആദ്യം മാരുതി സുസുക്കിയുടെ നമുക്ക് 2 വണ്ടികളാണ് 2023 കാര്യമായിട്ട് വന്നിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഫ്രോങ്സ് ആണ്. ബലേനോ ബേസ് ചെയ്തിട്ടുള്ള ഫ്രോങ്സിന്റെ കൂടെ വന്ന ജിംനി. 2ന്റെ കൂടെ വന്നു എന്ന് പറയാൻ കാരണം ശരിക്കും ഓട്ടോ എക്സ്പോയിൽ 2 കൂടെ ഒപ്പമാണല്ലോ കാണിച്ചത്. ഫ്രോങ്സിന് ശരിക്കും അത്യാവശ്യം നല്ല ഒരു റെലവൻസ് ഉണ്ട് നമ്മുടെ ആ ഒരു നിരത്തിൽ. ഇപ്പോൾ 2 കൈൻഡ് ഓഫ് എൻജിൻസ് ഉണ്ട്. ടർബോ പെട്രോൾ തിരിച്ചു വന്നു. ടർബോ പെട്രോളിന്റെ കാലമാണ് വരുന്നതെന്ന് പറയുന്നു. രൂപത്തിലും ഒരു കാലികമായ രൂപമാണ്. ഇപ്പോൾ ഫ്രണ്ടും ബാക്കൊക്കെ തന്നെ കാണാൻ ഭംഗിയുണ്ട്. സ്റ്റിൽ അതൊരു ബലേനോ ബേസ്ഡാണ് എന്നുള്ളതും ബലേനോയുടെ ആ ഒരു ഡയമെൻഷൻസിന്റെ ഉള്ളിൽ നിൽക്കുന്ന വണ്ടിയാണെന്നുള്ളതും ഒരു കാര്യമായിട്ട് കാണാം. അത് മാത്രമല്ല, അതിന് സൺറൂഫുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പുതിയ തരം ടെക്നോളജികളില്ല. ഇപ്പോൾ ADAS പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യങ്ങളുണ്ട്. ഇനി അതർ ഹാൻഡ് മാരുതി ജിംനിയെ കുറിച്ച് പറഞ്ഞാൽ, ജിംനി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഓഫ് റോഡറാണ്, ഒരു ഹാർഡ് കോർ ഓഫ് റോഡറാണ്. ക്യാപ്പബിലിറ്റീസ് അൺമാച്ച്ഡ് ആണ്. ലുക്കും അല്ലെങ്കിൽ ആ ഒരു റോഡ് പ്രസൻസ് ഒക്കെ മികച്ച കാര്യമായിട്ട് കാണാം. പക്ഷെ നമ്മുടെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളിലെ എന്തൂസിയാസ്റ്റുകളിലേക്ക് എത്താൻ മാത്രം മികച്ചൊരു വണ്ടിയായിട്ട് ജിംനി മാറി നിന്നുള്ളതാണ്. സാധാരണക്കാരിലേക്ക് എത്താനുള്ള ആ ഒരു പ്രൈസ്, ലോഞ്ച് ചെയ്ത് പോകുന്ന പ്രൈസ് എന്ന് പറയുന്നത് അത്ര ആകർഷകമായിരുന്നില്ല എന്നുള്ളൊരു കാര്യമായിട്ട് പറയാം. യാത്ര ചെയ്യാനായിട്ട് ഇപ്പോൾ ഹൈവേ യാത്ര കൂടുതലുള്ള ആളുകളാണ്, സിറ്റി യാത്ര കൂടുതലുള്ള ആളുകളാണ്, ഓഫ് റോഡ് വല്ലപ്പോഴും ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജിംനി അവർക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടൊരു വണ്ടിയല്ല എന്നുള്ള കാര്യമുണ്ട്. കാരണം ജിംനി ഒരു കൈൻഡ് ഓഫ് വണ്ടിയാണ്, വൺ ഓഫ് എ കൈൻഡ് ആണ്. അത് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ബിൽഡ് ചെയ്ത വണ്ടി എന്ന നിലയ്ക്ക് കാണാവുന്ന ഒരു വണ്ടിയാണെങ്കിൽ കൂടി കംഫർട്ടാണ്. ഇപ്പോൾ താറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുഷിനിയാണ് ആ ഒരു റൈഡൊക്കെ. അത്യാവശ്യം നല്ല രസമാണ് ഓടിക്കാനായിട്ട്. സ്റ്റിൽ ആ ഒരു 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എക്സൈറ്റിംഗ് അല്ല. അവരുടെ ആ ഒരു 4 സ്പീഡ് ഗിയർ ബോക്സും അവർ മാറ്റിയിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതായത് 10 വർഷം മുന്നേ ഇറങ്ങുകയായിരുന്നെങ്കിൽ കാർ ഓഫ് ദി ഇയർ എന്ന് പറയാൻ തക്കവണ്ണം പര്യാപ്തമായിട്ടുള്ള വണ്ടി ജിംനിയെ പറയാം. ഇന്ന് അതിനേക്കാൾ ടെക്നോളജിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള, അതിനേക്കാളും ടെക്നോളജിക്കലി മികച്ച് നിൽക്കുന്ന വണ്ടികളുണ്ട്. ഫോർ എക്സാമ്പിൾ താറോടെ നിൽക്കുകയാണ്. താറ നിൽക്കുമ്പോൾ ഓഫ് റോഡ് എന്ന് പറയുമ്പോഴും താറോടെ
എതിരാളിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, എന്നോടോ ബാലാന്നോട് നിൽക്കുകയാണ്. ശരി, അതുകൊണ്ടാണ് ഇപ്പോൾ മാരുതി സുസുക്കി അവരുടെ ആ ഒരു വിലയുടെ കാര്യം തിരുത്തിയിട്ടുണ്ട്. പുതുതായിട്ട് വന്നിട്ടുള്ള ആ ഒരു പ്രൈസ് റിവിഷനിൽ അല്ലെങ്കിൽ പുതിയ വേർഷൻ വന്നപ്പോൾ നമ്മളെ വീഡിയോ ഉണ്ടായിരുന്നു. ആ വേർഷനിൽ 10,75,000 രൂപയോളം ആ ഒരു എക്സ്ഷോറൂം പ്രൈസ് ആയിട്ട് ഇറങ്ങിയ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് പക്ഷെ അവർ ശരിക്കും ഇറങ്ങിയ സമയത്ത് തന്നെ ആ ഒരു പ്രൈസിങ് കറക്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കൂടുതൽ റിസപ്ഷൻ ഉണ്ടായതിനെ ജിംനി ഒരു പക്ഷേ ഒരു വൺ ഹിറ്റായി പോയെന്നുള്ളതാണ്. എന്നാലും ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാലും ജിംനി ഒരു മികച്ച വണ്ടിയാണ്. എനിക്കൊക്കെ വാങ്ങാൻ ആഗ്രഹമുള്ള ഒരു ഓഫ് റോഡറാണ് എന്നുള്ളതാണ്. സ്റ്റിൽ അതിനേക്കാൾ മികച്ച വണ്ടികൾ ഈ ഒരു 2013 ഓടിച്ചുകൊണ്ട് നമുക്ക് ജിംനി അങ്ങ് മാറ്റി നിർത്താം. ഇനി ഹ്യുണ്ടായി വെർണയെ കുറിച്ച് പറയുമ്പോൾ ഹ്യുണ്ടായി വെർണ അത്യാവശ്യം നല്ല കാറാണ്. എന്ന് വെച്ചാൽ ഒരു എന്തൂസിയാസ്റ്റിക് സെഡാൻ എന്നൊക്കെ പറയാം. അതിൻ്റെ 1.5 ലിറ്റർ ആ ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് മികച്ചതാണ്. ആ ഒരു DCT നല്ലതാണ്. സ്റ്റിയറിംഗ് ഒക്കെ ഹ്യുണ്ടായി സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മികച്ച സ്റ്റിയറിംഗ്, മികച്ച റൈഡ്, മികച്ച ഹാൻഡ്ലിംഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഹ്യുണ്ടായി വെർണ ഒരു അടിപൊളി കാറാണ്, ഒന്നും പറയില്ല. അതിന്റെ മുകളിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ അഡാസ് ലെവൽ അല്ലെങ്കിൽ അഡാസ് ലെവൽ 2 പോലുള്ള കാര്യങ്ങൾ വണ്ടിക്കകത്ത് കണ്ടു. അത് മാത്രമല്ല രൂപത്തിൽ കുറച്ച് കൺസർവേറ്റീവ് അല്ലാത്ത രൂപമാണ്. ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, അങ്ങനെയുള്ള കാര്യമുണ്ട്. പക്ഷേ വെർണയ്ക്ക് ഒരു മികച്ച വണ്ടി എന്ന് പറയാൻ തക്കവണ്ണമുള്ള സാധ്യതകളുണ്ട്, മികച്ച വണ്ടി എന്ന് പറയാൻ തക്കമുള്ള ആ ഒരു കേമത്വമുണ്ട് എന്നതാണ്. എന്നാലും പല ആ ഒരു മാധ്യമങ്ങളും ഹ്യുണ്ടായി എക്സ്റ്ററിനെയാണ് ആ ഒരു കാർ ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കാനുണ്ടായത്. അതിന് കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് അറിയില്ല കേട്ടോ, ആ കാരണങ്ങൾ അവർ പറയേണ്ടതാണ്. എന്നാൽ ഞാൻ ഈ ഒരു ലിസ്റ്റിൽ വരാൻ പറ്റാത്ത കാര്യം പറയാം. എനിക്ക് ആ വണ്ടി ഓടിച്ചിട്ട് അത്ര എക്സൈറ്റിംഗ് ആയി തോന്നിയില്ല. ഓക്കെ, പ്രൈസ് പോയിന്റ് നോക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ കുഴപ്പമില്ലെന്ന് തോന്നി. സ്റ്റിൽ നല്ല ആ ഒരു സ്പേസ് മാനേജ്മെന്റ് ആണ്. ഡാഷ് ക്യാം പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു പുതിയ കാര്യമായിട്ട് കണ്ട് അതൊക്കെ ഒരു ഫീച്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാനും ഈ പറഞ്ഞ പോലെ കൺസർവേറ്റീവ് അല്ലാത്തൊരു രൂപമാണ്. അതായത് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന രൂപമല്ല. ചിലർക്ക് ഇഷ്ടപ്പെട്ടേക്കാം, ചിലർക്ക് ഇഷ്ടപ്പെടാം. മറ്റേ ആ ഒരു പയ്യൻ പറഞ്ഞ പോലെ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ എക്സ്റ്ററിന്റെ ആ ഒരു എച്ച് എന്നുള്ള ആ ഒരു ഹെഡ് ലാമ്പും ഒരു ഇത്തിരി ഓവർഡൺ ആയിട്ടൊക്കെ തോന്നുന്നത്. അതായത് ഇത്തിരി കൂടി കോർക്കി എന്നൊക്കെ പറയാവുന്ന നിലയ്ക്കാണ് എക്സ്റ്റർ എൻ്റെ ഒരു കണ്ണിൽ വരുന്നത്. അതുകൊണ്ട് എക്സ്റ്ററിന് നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട വണ്ടി എന്നുള്ള ആ ഒരു ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്താം. അതിനുള്ള കാരണം ഒന്നുകൂടി ഉണ്ട്, നമുക്ക് ഒരു വണ്ടിയല്ലേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇനി ഇലക്ട്രിക് കാറുകളിലേക്ക് വരാം. ഇലക്ട്രിക് കാറുകളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ XC40 വോളോടെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതായത് 40 ലക്ഷത്തിന് മുകളിൽ നമ്മൾ പോകുന്നില്ല. കോമറ്റ് ഉണ്ട്. കോമറ്റ് എന്തുകൊണ്ട് ഈ ലിസ്റ്റിലില്ല എന്ന് പറയുകയാണെങ്കിൽ കോമറ്റിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട് കുറച്ച്. കോമറ്റ് എന്ന് പറയുന്നത് ഒരു കാർ എന്ന് പറയാൻ പറ്റില്ല, ഒരു വില കൂടിയ ടോയ് എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് തോന്നിയത്. കാരണം ഇലക്ട്രിക് ആണ്, നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ രസമാണ്, സിറ്റി യൂസിനൊക്കെ പറ്റും, ഹൈവേയിൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല. മെയിനായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കാറ് അതല്ലെങ്കിൽ ഒരു പ്രോപ്പർ കാറായിട്ടുള്ള ടിയാഗോ UV അപ്പുറത്ത് എതിരാളിയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും കൊണ്ടും കൊമറ്റിനും ജനങ്ങളിലേക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് എത്താൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കാറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു കാര്യം നോക്കുള്ളൂ, അതുകൊണ്ട് കൂടി പറയണം. അപ്പോൾ കൊമറ്റ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി സിട്രോൺ ആണ്. സിട്രോണിന്റെ C3 എയർക്രോസും E C3 നമുക്ക് നോക്കേണ്ട കാര്യമില്ല, ഞാൻ ഓടിച്ചിട്ടില്ല. C3 എയർക്രോസ് എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി പ്രപ്പോസലിൽ ഒരു മികച്ച കാർ തന്നെയാണ്. ആ ഒരു ടർബോ പെട്രോൾ ഹൂ ടു ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ടർബോ പെട്രോളാണ്. യാത്ര ചെയ്യാൻ സുഖമുണ്ട്. ഇപ്പോൾ സീറ്റിന്റെ ഓപ്ഷൻസ് ആണെങ്കിലും 7 സീറ്റും അല്ലെങ്കിൽ ആ ഒരു 5 സീറ്റ് തന്നെ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്ഥലവും വലിയൊരു വണ്ടി എന്നുള്ള ഫീലും കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു റോഡ് പ്രസൻസും എല്ലാം ഉണ്ട്. പക്ഷേ ആ വണ്ടിക്ക് കുറവുകൾ കുറേ ഉണ്ട്. ഫീച്ചേഴ്സിന്റെ ഒരു കണക്ക് നോക്കിയാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന വണ്ടികളുമായിട്ട് തുലവും നിൽക്കാൻ തക്കവണ്ണമുള്ള ഒരു ഫീച്ചേഴ്സ് ആ വണ്ടിക്ക് ഇല്ലായിരുന്നു. അതൊരു കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊരു മികച്ച ബിൽഡുള്ള കാറാണ് ഈ സിട്രോൺ C3 എയർക്രോസ് എന്ന് പറയുന്നത്. പക്ഷേ ഫീച്ചേഴ്സിന്റെ കുറവ് ഇങ്ങനെ മുളച്ചു നിൽക്കും. സ്റ്റിൽ പ്രൈസ് നോക്കുമ്പോൾ കുഴപ്പമില്ല തോന്നും. പക്ഷേ വീണ്ടും നമ്മൾ അകത്ത് കയറുമ്പോൾ തോന്നും ഓക്കെ കുറച്ചുകൂടി ഫീച്ചേഴ്സ് വേണം തോന്നും. അങ്ങനെയുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടി എന്നാണ് ഞാൻ ആ ഒരു സിട്രോൺ C3 എയർക്രോസിനെ എൻ്റെ ഒരു മൈൻഡിൽ തോന്നുന്നത്. നമുക്ക് വാങ്ങണോ വാങ്ങണ്ടേ തോന്നുന്ന ഒരു വണ്ടി. കയറി നോക്കിയാൽ അയ്യോ വേണം, ഓടിച്ചു നോക്കിയാൽ ഓക്കെ വേണം, ആ ഒരു മൈൻഡിലുള്ള വണ്ടിയാണ് സിട്രോൺ C3 എയർക്രോസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഓടിച്ച വണ്ടിയിൽ ഏതാണുള്ളത് എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടിയാണ്. അത് എന്ന് പറയുന്നത് ഇന്നോവ ഹൈക്രോസ് ആണ്. ഇന്നോവ ഹൈക്രോസ് ആണ് എനിക്ക് 2023 മികച്ച കാറായിട്ട് ഫീൽ ചെയ്തത്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഡ്രൈവബിലിറ്റി തന്നെയാണ്. ഇത് 97 ഇറങ്ങിയ ടൊയോട്ട പ്രൈസിന്റെ ആ ഒരു ടെക്നോളജിയുടെ ഏറ്റവും പുതിയ രൂപം എന്ന് പറയുന്ന തരത്തിലാണ് ഈ വണ്ടിയുടെ കാര്യം. ഇത് 4 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നതും അല്ലെങ്കിൽ എഞ്ചിൻ ഓഫ് ആവുന്നതും നമുക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല. മാത്രമല്ല പാഡൽ ഷിഫ്റ്റ് വെച്ച് നമുക്ക് ആ CVTയുടെ ആ ഒരു ഷിഫ്റ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യമുണ്ട്, സ്ഥല സൗകര്യമുണ്ട്, ഓട്ടോമാൻ സീറ്റ് പോലുള്ള കാര്യങ്ങളുണ്ട്. സ്റ്റിൽ പ്ലാസ്റ്റിക് ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു മീഡിയ സ്ക്രീനൊക്കെ തീർത്തും ഓർഡിനറി ആണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം നല്ല റൈഡ് ക്വാളിറ്റി ഉള്ള യാത്ര ചെയ്യാൻ ഒതുങ്ങുന്ന ഒരു വണ്ടി, ഒരു 6 സീറ്റർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ 7 സീറ്റർ എന്ന നിലയ്ക്ക് കാണാവുന്ന ഒരു വണ്ടിയാണ്
ഈ ഒരു ഇന്നോവ ഹൈക്രോസ് എന്നുള്ളതാണ്. ഇപ്പോൾ വില പറയുമ്പോൾ 30,26,000 രൂപയാണ് ഒരു ടോപ്പ് എൻ്റെ ഷോറൂം പ്രൈസ്. എന്ന് വെച്ചാൽ വിവിധ വകഭേദങ്ങളുണ്ട്. 18 ലക്ഷം രൂപയിലാണ് ഇതിൻ്റെ പ്രൈസ് തുടങ്ങുന്നത്. അങ്ങനെ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോഴും എനിക്ക് തോന്നുന്നു വിവിധ വകഭേദങ്ങളിൽ നിന്നൊരു ഗുണമുണ്ട്. അതായത് ഹൈബ്രിഡ് വേണമെങ്കിൽ സാധാ CVT വാങ്ങി ഓടിക്കാനുള്ള ഗുണമുണ്ട്, ഹൈബ്രിഡ് ആണെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസിയുടെ അങ്ങേയറ്റം എന്നുള്ള ഗുണമുണ്ട്. സ്റ്റിൽ എനിക്കൊരു വീഡിയോ ചെയ്യാനുണ്ട്, അതായത് ഹൈബ്രിഡ് ഈസ് ബെറ്റർ ദാൻ ഇലക്ട്രിക് എന്നുള്ളത് ഞാൻ പിന്നീട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. റോഡ് പ്രസൻസ് ഉണ്ട്, ഒരു വാൻ അല്ലെങ്കിൽ ഒരു MUV എന്ന നിലയ്ക്കല്ല, ഒരു SUV കൈൻഡ് ഓഫ് ലുക്ക് ഉണ്ട് ഈ വണ്ടിക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ചേരുമ്പോൾ എനിക്ക് തോന്നുന്നു ഹൈക്രോസ് മികച്ച വണ്ടിയാണെന്ന് പറയാൻ തക്കവണ്ണം ആ ഒരു എലിജിബിൾ ആണ് എന്നുള്ളതാണ്. അതിൽ കൂടെ പറഞ്ഞൊരു കാര്യം, ഇത് ഫാസ്റ്റ് ആണ്. ഈ കാറ് നമ്മൾ കാല് കൊടുത്ത് ഞാൻ പാഞ്ഞു കയറി പോകുന്ന ഒരു ഫീൽ വണ്ടിക്ക് ഉണ്ട്. അത് മാത്രമല്ല അനോയിങ് അല്ല. ഇപ്പോൾ ഹൈബ്രിഡ് വർക്ക് ചെയ്യുന്ന ആ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അനോയിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ല ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ തരുന്ന സ്റ്റിയറിംഗ് ആണ്. സീറ്റുകളൊക്കെ കൊള്ളാം. പൊട്ടമൻ സീറ്റിൽ ലെഗ് സ്പേസിന്റെ കുറവുണ്ട്. ആ ബാറ്ററിയുടെ ആ ഒരു കാര്യം കൊണ്ടാണ്. അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പരിമിതികളില്ല എന്നല്ല, പക്ഷെ ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രാക്ടിക്കാലിറ്റി എന്ന നിലയ്ക്ക് ഒരു ക്രിസ്റ്റൽ റീപ്ലേസ് ഇപ്പോൾ 2.8 അല്ലെങ്കിൽ 2.4 ഓട്ടോമാറ്റിക്കുകളൊക്കെ ആളുകൾ വാങ്ങിയിരുന്നത് ആ ഒരു ടോർക്കിന്റെയും ആ ഒരു ഈസിനെസ് ആയിട്ട് അല്ലെങ്കിൽ ഓടിക്കാനുള്ള ഗുണം കൊണ്ടും ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി ഡീസലിന്റെ കിട്ടുന്നതുകൊണ്ടൊക്കെ. അപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡീസലിന് 10 കിട്ടുന്നതും ഈ ഒരു ഹൈബ്രിഡിന് 20 കിട്ടുന്നതും തമ്മിൽ 5 ഗജാന്തരമുണ്ട്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ശരിക്കും ടോർക്ക് കൺട്രോളിൻ്റെതായിട്ടുള്ള ആ ഒരു റഫ്നെസ്സും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് അങ്ങനെയല്ല. വളരെ ലൈറ്റ് ആണ് വണ്ടി. ഒരു കാറ് പോലെ ഓടിക്കാവുന്ന വണ്ടിയാണ് എന്നുള്ള കാര്യമുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാലേ ഒരു ട്രക്ക് ഒരു കാറായി മാറിയ ഫീലിലാണ് ഈ ഒരു ഇന്നോവ ഹൈക്രോസ് ഉള്ളത്. അത് തന്നെയാണ് മികച്ച വണ്ടിയായിട്ട് ഞാൻ ഈ വണ്ടിയെ പറയാനുള്ള മെയിൻ കാരണം എന്നുള്ളതാണ്. എനിക്ക് ഈ ഒരു വണ്ടിയാണ് എൻ്റെ ഒരു 2023 ഓടിച്ച വണ്ടികളിൽ ഇഷ്ടപ്പെട്ട വണ്ടി എന്നുള്ളത് പറയാം. ഇപ്പോൾ പ്രീമിയം കാറുകളുടെ കാര്യം ഞാൻ പറയാനുള്ള കാര്യം, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഓടിച്ച വണ്ടികൾ വേറെ കുറേ കാറുകളുണ്ട്. ഇപ്പോൾ എന്തുവിശ്വസിച്ച് ഓടിക്കുന്ന കാറുകളൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ ആ ഒരു ലെവലിലേക്ക് പോകുന്നില്ല. ഈ ഒരു 40 ലക്ഷം രൂപ ബ്രാക്കറ്റിൽ മികച്ച വണ്ടി എനിക്ക് തോന്നിയ വണ്ടി എന്ന് പറയുന്നത് ഇന്നോവ ഹൈക്രോസ് ആണ്. അതാണ് ഈ ഒരു വീഡിയോയുടെ രത്ന ചുരുക്കം എന്നുള്ളതാണ്. ഇനിയും 2 വണ്ടികൾ കൂടി ഈ ഒരു ലിസ്റ്റിലുണ്ട്, നമ്മൾ ഓടിച്ച വണ്ടിയുടെ ലിസ്റ്റിലുണ്ട്. ഒന്ന് ഹോണ്ട എലവേറ്റ് ആണ്. 2 എന്ന് പറയുന്നത് മാരുതി സുസുക്കി ഇൻവിക്ടോ നമ്മൾ മാറ്റി നിർത്താം. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഹൈക്രോസ് ആണെന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഇൻവിക്ടോ ആണ്. അത് സംശയമൊന്നുമില്ല. കാരണം രണ്ടും ഏറെക്കുറെ ഒന്നാണല്ലോ. ഹോണ്ട എലവേറ്റിലേക്ക് വന്ന ഹോണ്ട എലവേറ്റിന്റെ പരിമിതികൾ എന്ന് പറയുന്നത് പുതിയ ആ ഒരു കാലത്ത് ടർബോ പെട്രോൾ പോലുള്ള ടെക്നോളജികളില്ല. അഡാസ് ഉണ്ടെങ്കിലും അത്ര വലിയ കാര്യങ്ങളല്ല. ടച്ച് സ്ക്രീൻ അത്ര അഡ്വാൻസ്ഡ് അല്ല. അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. സ്റ്റിൽ ഹോണ്ട എലവേറ്റ് ഒരു നല്ല വണ്ടിയാണ്. എന്ന് വെച്ചാൽ യാത്ര ചെയ്യാൻ സുഖമുള്ള ഒരു ഹോണ്ട സിറ്റി കുറച്ച് വലുതായ ഒരു വണ്ടി. അപ്പോൾ ഹാൻഡ്ലിംഗ് ഒന്നും ഹോണ്ട സിറ്റിനെ പോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. പക്ഷേ യാത്ര ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഉയർത്തിയിരുന്നിട്ട് യാത്ര ചെയ്യാം. അത്യാവശ്യം റേവ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോണ്ടയുടെ എഞ്ചിന്റെ മികവുണ്ട്. അത്യാവശ്യത്തിന് വേണ്ടുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. കാഴ്ചയ്ക്ക് ഒരു പ്രോപ്പർ SUV കൈൻഡ് ഓഫ് ലുക്ക് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ഹോണ്ട എലവേറ്റ് ഒരു നല്ല വണ്ടി തന്നെയാണ്. ഹോണ്ട എലവേറ്റിന്റെ പ്രൈസ് ആദ്യം നമ്മൾ വീഡിയോ കണ്ടപ്പോൾ പ്രൈസ് കൂടുതലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പ്രൈസ് വന്നപ്പോഴും ബേസ് മോഡലൊക്കെ തീർത്തും വാല്യൂ ഫോർ മണി പ്രൊപ്പോസലിൽ നിൽക്കുന്ന വണ്ടി തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഹോണ്ട എലവേറ്റിന്റെ ഗുണമായിട്ട് കാണാന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് വണ്ടികൾ നിരത്തിലിറങ്ങുമ്പോൾ ഒരു കാർ ബയർ എന്ന നിലയ്ക്ക് ഏത് വാങ്ങണമെന്നുള്ള സംശയങ്ങളുണ്ടാവും. ഹോണ്ട എലവേറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ ടൊയോട്ട റൂമിയോ എന്ന് പറഞ്ഞിട്ട് വണ്ടി വന്നിട്ട് ശരിക്കും എർട്ടിഗയുടെ ഒരു മോഡലാണത്. ടൊയോട്ടയുടെ ഡീലർഷിപ്പിലെ കൂട്ടുകാർ പറയായിരുന്നു, അതായത് ചില ആളുകൾ വന്ന് വണ്ടി വാങ്ങാൻ വരുമ്പോൾ അവർക്ക് റൂമിയോൺ ആ ഒരു എർട്ടിഗയുടെ വണ്ടിയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആ വണ്ടി വാങ്ങാൻ വരുന്ന ആൾക്കാരോട് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അതായത് ഇത് എർട്ടിഗ എന്ന വണ്ടിയുടെ ടൊയോട്ടയുടെ ആ ഒരു വേരിയന്റ് ആണ്, മോഡലാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അതല്ലെങ്കിൽ വാങ്ങിയിട്ട് പോയിട്ട് അവരത് മറ്റുള്ള മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞാൽ ആ ഡീലർഷിപ്പിലെ ആ ഒരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ആ ഒരു ആള് ചീറ്റ് ചെയ്ത ഫീൽ ഉണ്ടാവും. അതുണ്ടാവാൻ പാടില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാരുതി സുസുക്കി തമ്മിലുള്ള ആ ഒരു കൊളാബറേഷൻ എന്ന് പറയുന്നത്, മാരുതി സുസുക്കി അല്ല, മാരുതി ടൊയോട്ട തമ്മിലുള്ള കൊളാബറേഷൻ എന്ന് പറയുന്നത് പല വണ്ടികളുടെ വരവിന് കാരണമായിട്ടുണ്ടെങ്കിലും ഇതറിയാത്ത കുറേ പേരുണ്ട് എന്നുള്ള കാര്യം കൂടി ഉണ്ട് കേട്ടോ. അത് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞാണ്. ഇന്നോവയുടെ കുട്ടി എന്നൊക്കെ വിളിച്ചിട്ടാണ് ആ റൂമിയാണ് ചില ആളുകളൊക്കെ പരിചയപ്പെട്ടുള്ളതോ അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്നതൊക്കെ. അപ്പോൾ ഇന്നോവ ഹൈക്രോസിന്റെ മികവുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. ഓടിക്കാനുള്ള ആ ഒരു കാര്യവും ഹൈബ്രിഡ് പോലുള്ള ടെക്നോളജിയും, പിന്നെ കാലെടുത്ത് ഓടിക്കുമ്പോൾ ഒരു കാർ ഓടിക്കുന്ന അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള കാർ ഓടിക്കുന്ന ഫീൽ ഉണ്ട് എന്നുള്ള കാര്യമായിട്ട് പറയാം. നെഗറ്റീവ് നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയും ആ ഒരു ഇൻഫോർടൈൻമെന്റിന്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അത് പക്ഷേ ഈ പറഞ്ഞ മാതിരി വണ്ടിയുടെ ആ ഒരു മൊത്ത കാൽക്കുലേഷനിൽ കുറവായിട്ട് കണ്ടോളും. എന്നാലും ഇത്രയും പറഞ്ഞ ലിസ്റ്റിൽ മികച്ച വണ്ടിയായിട്ട് എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ ഞാൻ ഓടിച്ച വണ്ടിയായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇന്നോവ ഹൈക്രോസ് ആണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കാറാമത്തെ ഇന്നോവ ഹൈക്രോസ് ആണ്, ഇന്നോവ ഹൈക്രോസിന്റെ ഹൈബ്രിഡ് മോഡൽ.
അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.